السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസറും പാർട്ട് 10. ജംഉ ഖസർ നിർവഹിക്കാനുള്ള പൊതുവായ നിബന്ധനകളാണ് പറഞ്ഞു വരുന്നത്. രണ്ടിനും കൂടിയുള്ള നിബന്ധനകൾ. അതിൽ നാലാമത്തേതായി പറഞ്ഞത് യാത്ര തുടങ്ങുന്ന ആ പ്രദേശത്തിൻ്റെ ഗ്രാമമോ ബൽദത്തോ ഒക്കെയാണെങ്കിൽ അതിൻ്റെ അതിർത്തി വിടണം. അതിൻ്റെ ശേഷമേ ജംഉ അതുപോലെ ഖസർ പറ്റുകയുള്ളൂ. ഇനി കൂടാരം കെട്ടി താമസിക്കുന്നവർ ആണെങ്കിൽ അവർക്ക് ഈ ഖസറോ ജംഉ അനുവദനീയമാകണമെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ. അതിർത്തി പരിഗണിക്കുക എങ്ങനെ? വവ്വലു സഫരി സാക്കിനിൽ ഖിയാമി, കൂടാരങ്ങളിൽ താമസിക്കുന്നവരുടെ യാത്രയുടെ ആദ്യം എന്ന് പറയുന്നത് മുജാവസത്തുൽ ഹില്ലത്തി, ഹില്ലത്ത് വിട്ടുകടക്കലാണ്. ഫഖത്ത്, അത്രമാത്രം. ഹില്ലത്ത് എന്ന് പറഞ്ഞാൽ ആ കുഗ്രാമം, അവരാ കൂടാരം കെട്ടിയ കുഗ്രാമം. ബുയൂത്തും മുജ്തമിഅത്തുൻ ഔ മുതഫർരിഖത്തുൻ ബിഹൈസു യജ്തമിഉ അഹ്ലുഹാ ലിസ്സമരി ഫീ നാദിൻ വാഹിദിൻ വയസ്തഈറു ബഅ്ളുഹും മിൻ ബഅ്ളിൻ. ഹില്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയതോ വിട്ടുപിരിഞ്ഞതോ ആയ വീടുകൾ. ഏതവസ്ഥയിൽ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്? യജ്തമിഉ അഹ്ലുഹ, ആ വീട്ടിലുള്ള ആളുകൾ വിട്ടുപിരിഞ്ഞ വീടുകളാണെങ്കിലും അവരെല്ലാവരും ഒരുമിച്ചു കൂടും. ലിസ്സമരി, രാത്രി സൊറ പറയാൻ വേണ്ടി. ഫി നാദിൻ, അവര് ഒരുമിച്ചുകൂടി സൊറ പറയാനിരിക്കുന്ന ആ സ്ഥലത്തിൽ അവർ ഒരുമിച്ചു കൂടും. ഒറ്റ നാദിലും. ഫി നാദിൻ വാഹിദിൻ. മാത്രമല്ല വയസ്തഈറു ബഅ്ളുഹും മിൻ ബഅ്ളിൻ, അവരിൽ നിന്ന് ചിലവർ ചിലവരിൽ നിന്ന് വായ്പ മേടിക്കുകയും ചെയ്യും. ഈ അവസ്ഥയിൽ ഉള്ള വീടുകൾ, അങ്ങനെ ഒന്നിച്ചു കൂടിയതോ വിട്ടുപിരിഞ്ഞതോ ആയ വീടുകൾ, അതാണ് ഹില്ലത്ത് എന്ന് പറയാം. ഒറ്റവാക്കിൽ കുഗ്രാമം എന്ന് പറയാം. വവ്വലു സഫരി സാക്കിനിൽ ഖിയാമി കൽ അഅറാബി വൽ അക്റാദി. അഅറാബ്, അറബികളല്ലാത്ത ഈ കുഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന അറബികൾ, കുർദുകൾ, അവരൊക്കെ യാത്ര പോകുമ്പോൾ അവരുടെ യാത്രയുടെ തുടക്കം പരിഗണിക്കുക അൽ ഹില്ലത്തു. ആ ഹില്ലത്താണ്. വൈനിത്തസഅത്ത്, ആ ഹില്ലത്ത് ഇങ്ങനെ ഒരുമിച്ചു കൂടിയതോ മുതഫർരിഖത്തോ മേൽ പറഞ്ഞ പ്രകാരമുള്ള ആ വീടുകൾ വിശാലമായതാണ്. അവിടെ ഈ ഒരുമിച്ചു കൂടിയ സ്ഥലം കൽ ബലദി, ഒരു നാടുപോലെ വിശാലമാണ്. എന്നാലും ശരി, തുഹ്ഫ മഹല്ലി 1256 ഖല്ലൂബി സഹിതം. വയുഷ്തർതു മുജാവസത്തു മറാഫിഖിഹൽ മുഖ്തസത്തി ബിഹാ, ഈ ഹില്ലത്തിൻക്ക് പ്രത്യേകമായ അതിൻ്റെ പൊതു സൗകര്യങ്ങളും കൂടി വിട്ടുകിടക്കണം എന്ന് പറഞ്ഞാൽ മത്റഹി റമാദിൻ, ഈ കുഗ്രാമ നിവാസികൾ കത്തിച്ച വെണ്ണീർ കൊണ്ടുപോയിടുന്ന സ്ഥലം. വൽ മൽഅബി സുബിയാനിൻ, അവിടെയുള്ള കുട്ടികൾ കളിക്കുന്ന സ്ഥലം. വനാദിൻ, അവർ സൊറ പറയാനിരിക്കുന്ന സ്ഥലം.
അപ്പോൾ മായത്തിന് ഇബിനിൻ അവരവരുടെ ഒട്ടകങ്ങളെ കെട്ടുന്ന സ്ഥലങ്ങൾ, മായിൻ അവരുടെ വെള്ളം ശേഖരിക്കുന്ന സ്ഥലം, വഹത്തബിൻ വിറക് ശേഖരിച്ചു വെക്കുന്ന സ്ഥലം, ഇതൊക്കെ ആ കുഗ്രാമത്തിന്റെ പൊതു സൗകര്യങ്ങളാണ്. അതൊക്കെ വിട്ടുകടക്കൽ ഷർത്താണ്. വഖദ് യശ്മലു ഇസ്മുൽ ഹില്ലത്തി, ചുരുക്കത്തിൽ ഹില്ലത്ത് എന്ന ആ പേര് ഉൾപ്പെടുത്തും ചിലപ്പോഴൊക്കെ ജമീഅ ദാലിക, ഈ പറഞ്ഞ മുഴുവത്തിനെയും ഉൾപ്പെടുത്തും. കാരണം ഇത് കുല്ലുഹ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ മുഴുവനും വൈനിത്തസാഴത്ത് അവ വിശാലമായതാണെങ്കിലും മഅദൂദത്തും മിൻ മവാദിഇ ഇഖാമത്തിഹി, അവിടെയുള്ള ആളുകൾ താമസിക്കുന്ന ആ സ്ഥലത്തിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടും. അപ്പൊ പിന്നെ ഹില്ലത്ത് എന്ന് പറഞ്ഞതിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടും എന്ന് പറയപ്പെടുന്നവരുണ്ട്. തുഹഫ ഷെർവാനി, തുഹഫ 2373, ബുഷ്റൽ കരീം 1132. ഹില്ലത്തും അതിൻ്റെ മറാഫിഖും, ഈ കുഗ്രാമവും അതിൻ്റെ പൊതുവായ അതിൻ്റെ സൗകര്യങ്ങളും സൗകര്യങ്ങൾ നിലകൊള്ളുന്ന ഭാഗങ്ങളും വിട്ടുകടക്കണം എന്ന് പറഞ്ഞത് ഹാദ അയൽ ഇക്തിഫാഉ ബി മുജാവസത്തിൽ ഹില്ലത്തി വ മറാഫിഖിഹ, ഹില്ലത്തും അതിൻ്റെ മറാഫിഖും വിട്ടുകടക്കൽ കൊണ്ട് മതിയാകൽ ഇൻകാനത്ത് ബി മുസ്തവിൻ, ഇവ ഒരു മുസ്തവിയായ സ്ഥലത്താണ് നിലകൊള്ളുന്നതെങ്കിലാണ്. രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ളതോ കയറ്റിറക്കം ഉള്ളതോ അല്ലാത്ത സ്ഥലത്താണ് ഈ കുഗ്രാമവും അതിൻ്റെ പൊതുസ്ഥലങ്ങളും നിലകൊള്ളുന്നത് എങ്കിലാണ്. മുസ്തവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാലൈസ ഫീഹി സുഊദുൻ വലാ ഹുബൂത്തുൻ, കയറ്റമോ ഇറക്കമോ ഒന്നുമില്ല അവിടെ. വലാ ബൈന ജബലൈൻ, രണ്ട് പർവ്വതത്തിന്റെ ഇടയിലും അല്ല. അങ്ങനത്തെ സ്ഥലമാണ് മുസ്തവി എന്ന് പറയുന്നത്. ഫൈങ്കാനത്ത് ബി വാദിൻ, ഇനി ഈ ഹില്ലത്ത് അതിൻ്റെ മറാഫിഖ് നിലകൊള്ളുന്നത് ഒരു വാദിലാണ്. വാദ് എന്ന് പറഞ്ഞാൽ രണ്ട് പർവ്വതങ്ങൾ പോലോത്തവകൾക്കിടയിൽ ഉള്ള സ്ഥലം, അതല്ലെങ്കിൽ കയറ്റിറക്കമോ മറ്റൊക്കെ ഉള്ള സ്ഥലം, ഇങ്ങനെയുള്ള വാദിലാണ്. വാദ് എന്ന് പറഞ്ഞാൽ മാബൈന ജബലൈനി വനഹ്വിഹിമ, ഇതാണ് വാദ് കൊണ്ട് ഉദ്ദേശം, രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലം. വസാഫറ ഫി അർളിഹി, ആ സ്ഥലത്തിന്റെ വീതി ഭാഗത്തിലൂടെയാണോ യാത്ര, തൂല് അല്ല, നീളത്തിലല്ല. എത്രത്തിൽ വഹിയ, ഈ വീടുകൾ നിലകൊള്ളുന്നത് ബി ജമീഇൽ അർളി, ഈ വീതി മുഴുവത്തിലാണ്. ഔ ബി റബുവത്തിൻ, അതല്ലെങ്കിൽ റബുവത്തിലാണ്. റബുവത്ത് എന്ന ഉയർന്ന സ്ഥലത്തിലാണ്, അല്ലെങ്കിൽ കുന്നിലാണ്. ഔ വഹദത്തിൻ, അതല്ലെങ്കിൽ താഴ്ന്ന സ്ഥലത്താണ് ഉള്ളത് ഈ വീടുകളും അതിൻ്റെ മറാഫിക്കൊക്കെ നിലകൊള്ളുന്നത്. എങ്കിൽ ഉസ്തുരിത്തത്ത് മുജാവസത്തുൽ അർളി, ഈ വീതി ഭാഗം വിട്ടുകടക്കണം, അത് ഷർത്താണ്. വ മഹല്ലുൽ ഹുബൂത്തി വ മഹല്ലു സുഊദി, ഈ ഹുബൂത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും കയറ്റത്തിൻ്റെയും ഒക്കെ സ്ഥലങ്ങൾ അതും വിട്ടുകടക്കണം. ഇനി എഴുത്തതലത്ത് ഹാദിഹി സലാസത്തു, ഈ മൂന്നെണ്ണവും ഒരു മധ്യ നിലയിലാണ് ഉള്ളതെങ്കിൽ അവ വിട്ടുകടക്കണം. നേരെ മറിച്ച് ഫൈൻ അഫോറത്തത്ത് സായത്തുഹ, ഇവയുടെ വിശാലത വല്ലാതെ കണ്ടുണ്ടെങ്കിലോ, ഔകാനത്ത് ബി ബഅളിൻ, അതല്ലെങ്കിൽ ഈ വീടുകൾ ഇവയുടെ ചില ഭാഗത്തു മാത്രമേ ഉള്ളൂ എങ്കിൽ ഉക്തുഫിയ ബി മുജാവസത്തിൽ ഹില്ലത്തി വ മറാഫിഖിഹ, ഐ അല്ലത്തി തുൻസബു ഇലൈഹ ഉർഫൻ, ഇവയിലേക്ക് ഉറുഫിൽ ചേർത്തപ്പെടുന്ന ഇവയുടെ മറാഫിഖും പൊതുവായ അതിൻ്റെ പൊതു സൗകര്യങ്ങളും അതുപോലെ തന്നെ ആ ഹില്ലത്തും ആ വീടുകൾ നിലകൊള്ളുന്ന ഭാഗവും വിട്ടുകടക്കൽ കൊണ്ട് മതിയാക്കപ്പെടുന്നതാണ്. ഇങ്ങനെ തുഹ്ഫ 2373-74, അതുപോലെ
ബാജൂരി 1:217 എന്നിവയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ രൂപപ്പെടാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അറബികളും മറ്റും താമസിക്കുന്ന ഇടങ്ങൾ ചിലപ്പോൾ ഉയർന്ന ചില പ്രദേശങ്ങളിലോ അതല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലോ പർവ്വതങ്ങൾക്കിടയിലൊക്കെ ആയിരിക്കും ഈ കാട്ടറബികളൊക്കെ താമസിക്കുക. അപ്പം അവർ യാത്ര പോകുമ്പോൾ അവിടെ കുറേ തമ്പ് കെട്ടിയും ചെറിയ കുടില് കെട്ടിയും അവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ താമസിക്കും. അവിടെ ഓർക്ക് കളിക്കാൻ ചെറിയ ഗ്രൗണ്ട് ഉണ്ടാവും, ഓർക്ക് 4 പെട്ടിക്കട ഉണ്ടാവും, അതുപോലെ ഓലെ പൊതു സൗകര്യങ്ങൾക്കുള്ള ഇടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം അവർ യാത്ര പോകുമ്പോൾ ഓർക്ക് കസറാക്കാനും ജമ്മാക്കാനുമുള്ള പരിധിയാണ് ഇപ്പോൾ ഇവിടെ ഈ പറയണത്. നമുക്കിവിടെ തസവുറാകാൻ ചിലപ്പോൾ പ്രയാസം വരും. യാത്ര അവസാനിക്കൽ, യാത്ര തുടങ്ങണ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇനി അവസാനിക്കണത് വയന്തഹി സഫറുഹു ബി ബുലൂഗിഹി മബ്ദഅ സഫരിഹി, യാത്ര ആരംഭിച്ച സ്ഥലത്തേക്ക് അവൻ എത്തൽ കൊണ്ട് യാത്ര അവസാനിക്കും. ആ തുടങ്ങിയ സ്ഥലം മീൻസ് സൂര്യൻ ഗൈരിഹി, നാടിൻ്റെ സൂറ് അതല്ലാത്ത ഏതാണോ മിമ്മാ ദുഃഖറ, മേൽ പറയപ്പെട്ട ഏത് വിട്ടുകടക്കണം എന്നാണോ യാത്ര തുടങ്ങണമെങ്കിൽ പറഞ്ഞത്, അവിടേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ യാത്ര അവസാനിക്കും. തുഹ്ഫ 2:375, ബാജൂരി 1:217. വയന്തഹി സഫറുഹുൽ മുജവ്വിസു ലി തറഹുസിഹി ബിൽ ഖസ്രി വഗൈരിഹി, ഖസ്ർ കൊണ്ടും അല്ലാത്തതുകൊണ്ടും ഉള്ള വിടുതിയെ അനുവദനീയമാക്കുന്ന യാത്ര അവസാനിക്കും. ബി ഉസൂലിഹി, അവൻ ചേരൽ കൊണ്ട് മാ മറ, മേൽപ്പറഞ്ഞ ഒന്നിലേക്ക്. മേൽപ്പറഞ്ഞ ഒന്നെന്തിനാൽ മിമ്മാ യുസ്തർത്തു മുജാവസത്തുഹു ഫി ഇബ്തിദാഇ സഫരി, യാത്രയുടെ തുടക്കത്തിൽ വിട്ടുകടക്കൽ ഷർത്താണെന്ന് പറഞ്ഞ കാര്യങ്ങൾ. വലം യദ്ഖുലുഹു, അതിലേക്കും പ്രവേശിച്ചിട്ടില്ലെങ്കിലും ശരി, അതിനെ വിട്ടുകടന്നാൽ അവിടേക്ക് ചേരൽ കൊണ്ട് ഈ യാത്ര അവസാനിക്കും. വദാലിക്കത് ഏതാണ്? ബിഅൻ യസില സൂറ വതനിഹി, ഓൻ പെരകെട്ടി താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ അതിർത്തിയിലേക്ക് ഓൻ ചേരുക. ഇങ്കാന മുസവറൻ, അത് അതിരുവെക്കപ്പെട്ട സ്ഥലമാണ് അവിടെയെങ്കിൽ, ഔ ഉംറാനഹു, അതല്ലെങ്കിൽ ഔ ഉംറാന വതനിഹി, ഓം വീട് കെട്ടി താമസിക്കുന്ന അവിടെയുള്ള ആ ഉംറാനിലേക്ക് പ്രവേശിക്കുക. അവിടെയുള്ള ഉംറാനിലേക്ക് പ്രവേശിച്ചാലും യാത്ര അവസാനിക്കും. ജനവാസ കേന്ദ്രത്തിലേക്ക്, അപ്പൊ ജനവാസ കേന്ദ്രം വിട്ടുകിടക്കുക എന്നാലോ പറഞ്ഞത്, മുസവർ അല്ലെങ്കിൽ അതിർത്തി ഉള്ളതല്ലെങ്കിൽ. ഇങ്കാന വത്തനുഹു ഗൈറ മുസവരിൻ, ഓൻ്റെ വത്തനുള്ളത് ഒരു അതിര് വെക്കപ്പെട്ട സ്ഥലം അല്ലാത്തടത്താണ്. വൈലം യൻവിൽ ഇഖാമത്ത് ബിഹി, അവിടെ ഇഖാമത്തിനും കരുതിയിട്ടില്ലെങ്കിലും ശരി, അങ്ങോട്ട് ചേർന്നാൽ തന്നെ യാത്ര മുറിയും. വയന്തഹി ഐളം ബി നിയ്യത്തി റുജൂഇ, ഈ യാത്ര അവസാനിക്കും അവൻ മടങ്ങലിനെ കരുതിയാലും, യാത്ര മടങ്ങലിനെ കരുതിയാലും. വബി തറദ്ദുദി ഫീഹി മിൻ മുസ്തഖില്ലിൻ മാക്കിസിൻ, ഒരു സ്ഥലത്ത് താമസിക്കണ സ്വതന്ത്രമായ യാത്രക്കാരൻ അവൻ മടങ്ങണ വിഷയത്തിൽ ഇടയാട്ടമായി. എവിടേക്ക് മടങ്ങ? ഇലാ വത്തനിഹി, തൻ്റെ പാർപ്പിടം കൊള്ള മടങ്ങലിനെ കരുതിയാലും. വലോബി മഹലില്ല യസ്ലഹുലിൽ ഇഖാമത്തി, താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ആണ് ഒപ്പം താമസിക്കുന്നത്, അവിടെ വെച്ചുകൊണ്ടാണ് ഓന് മടങ്ങണോ നാട്ടിലേക്ക് മടങ്ങണോ എന്നുള്ള തറദ്ദുദ്. എന്നാലും ഏതുപോലെയൊക്കെ മഫാസത്ത് പോലെ, മരുപ്രദേശം പോലെ. ഖബില ഉസൂലിഹി മസാഫത്ത് അൽ ഖസ്രി, ഖസ്റിന്റെ ദൂരം ഓൻ ചേർന്നിട്ടില്ല, അതിന്റെ മുമ്പെയാണ് മടങ്ങണോ മടങ്ങണ്ടേ എന്നുള്ള ഒരു ഇടയാട്ടം, ഒരു സംശയം. അങ്ങനെ വന്നാലും ഓൻ്റെ യാത്ര അവസാനിക്കുകയാണ്. ഓനക്ക് യാത്രയിൽ അനുവദനീയമാവുന്ന കാര്യങ്ങൾ അവിടെ അനുവദനീയമാകാതെ പോവും. ഷർഹുബാഫദ് 2:47, തുഹ്ഫ 2:375,
ഷർഹുൽ മൻഹജ് ജമൽ സഹിതം 1596. അവന്റെ വത്തനിലേക്ക്, അവൻ പെരകെട്ടി താമസിക്കുന്ന, കുടുംബമായി താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ വയന്തഹി സഫറുഹു ബി ബുലൂഗിഹി മബ്ദഅ സഫരിൻ മിൻ സൂരിൻ ഔ ഗൈരിഹി മിൻ വത്തനിഹി. അവന്റെ ആ പുരയിടം നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ യാത്ര അവസാനിക്കും എന്ന് പറഞ്ഞു. ഐ വലൗ മാറം ബിഹി മിൻ സഫരിഹി. അത് യാത്രയിൽ നിന്ന് അവൻ അതിലൂടെ നടന്നു പോകുന്നവനാണെങ്കിലും ശരി. ഏതുപോലെ കാൻ ഖറജ മിന്നു, അവിടെ നിന്നും അവൻ പുറത്തുപോയി. സുമ്മ റജഅ മിൻ ബഈദിൻ, പിന്നെ വിദൂരമായ സ്ഥലത്ത് നിന്ന് അവൻ മടങ്ങി. ഖാസിദൻ മുറൂറഹു ബിഹി, ആ നാട്ടിലൂടെ, ഓന്റെ വീട് നിലകൊള്ളുന്ന നാട്ടിലൂടെ നടക്കലിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ മടങ്ങിയത്. മിൻ ഗൈരി ഇഖാമത്തിൻ, അവിടെ താമസിക്കണമെന്നില്ല, അതിന് നാട്ടിൽ കൂടെ പോണേ ഉള്ളൂ. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ യാത്ര പോയി, ഖസറിന്റെ ദൂരമുള്ള, ജമ്മിനുള്ള ദൂരമുള്ള സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമ്മൾ ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ നമ്മുടെ നാടുണ്ട്. ആ നാട്ടിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ഈ നാട്ടിലേക്ക് നാം പ്രവേശിക്കലോടുകൂടെ യാത്ര മുറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ താമസിക്കൊന്നും വേണ്ട, ആ നാട്ടിലേക്ക് കൂടെ അങ്ങനെ പോണ പോക്കിൽ അവിടെ എത്തിയാൽ തന്നെ യാത്ര മുറിയും. അവിടുന്ന് ഇനി രണ്ടാമത് ആ നാടിന്റെ അതിരാണ് കഴിയുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ദൂരം ഉണ്ടോന്നാ പിന്നെ നോക്കുക. ഉണ്ടെങ്കിൽ അവനക്ക് ഖസർ ജമ്മൊക്കെ പറ്റും. ജമല് 1592. അവന്റെ വീട് നിലകൊള്ളുന്ന ആ സ്ഥലത്തിലൂടെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിട്ടുകടന്നാലും യാത്ര മുറിയുമെന്ന വിഷയം ജമല് 1592 പറയുന്നുണ്ട്.